ഓണത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഗർഭിണിയായ യുവതിക്കും ഭർത്താവിനും സഹോദരനും പരിക്ക്. പ്രതിസ്ഥാനത്ത് പോലീസ് ഉദ്യോഗസ്ഥരായതിനാൽ പാലക്കാട് വടക്കഞ്ചേരി പോലീസ് കേസെടുക്കുന്നില്ല എന്നാണ് പരാതി. വടക്കഞ്ചേരി കിഴക്കഞ്ചേരി സ്വദേശിയായ യുവാക്കൾക്ക് തലയ്ക്കും കൈക്കും ഉൾപ്പെടെ വെട്ടേറ്റിട്ടും പോലീസ് കേസെടുക്കുന്നില്ല എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. മാത്രവുമല്ല, സംഘർഷത്തിൽ ഗർഭിണിയായ യുവതിയെ പോലീസ് ഉദ്യോഗസ്ഥനായ പ്രതി ചവിട്ടിയെന്നും പരാതിയിലുണ്ട്. പോലീസുകാരായ സുജിത് സുകുമാരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മർദ്ദനം ഉണ്ടായത് എന്നാണ് കുടുംബം പറയുന്നത്. അവിട്ടനാളിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ തെണ്ടങ്കോടം പ്രദേശത്ത് ഒരു ഓണാഘോഷ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം രാത്രി ഒരു 9:00 കൂടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് എൻ്റെ ഭർത്താവിനെയും എൻ്റെ അനിയനെ ആക്രമിക്കുകയുണ്ടായി. അത് തടയാൻ ശ്രമിച്ച് എനിക്കും ആക്രമണത്തിൽ ഞാൻ ഇരയാകേണ്ടി വന്നു. ഞാൻ ഗർഭിണിയാണെന്നും കൂടെ നോക്കാണ്ടാണ് ആക്രമണികൾ എന്നെ ആക്രമിച്ചത്. അതിൽ 2 പോലീസുകാരാണ് മെയിനായിട്ട് ആക്രമണത്തിന് ഇടയായ 2 പേര്. പിന്നെ ബാക്കി അവൻ്റെ ചെറിയച്ഛൻ്റെ മോൻ, പിന്നെ അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും. ഇതിനെ ബന്ധപ്പെട്ട് വടക്കഞ്ചേരി സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. പക്ഷേ പോലീസുകാരുടെ ഭാഗത്ത് ഇതുവരെ യാതൊരു വിധ നടപടി ഉണ്ടായിട്ടില്ല. എൻ്റെ അനിയനൊരു സ്ട്രോക്ക് പേഷ്യൻ്റാണ്. അവൻ റിക്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡിന് തലയിൽ നല്ല ആഴത്തുള്ള പരിക്കാരന് പണിക്ക് പോകാൻ പറ്റുന്നില്ല. നോക്കാം, നാളെ മറ്റന്നാന്നൊക്കെ പറഞ്ഞിപ്പോൾ 3 ദിവസമായി സാറേ. ഞങ്ങൾക്ക് അവിടെ 3 പേര് ഭക്ഷണം പോലും കഴിക്കേണ്ട സ്റ്റേഷൻ ഫ്രണ്ടിൽ പോയി നിൽക്കാറും ഒന്നും സാർ മെയിൻ്റ് പോലും ആരും ചെയ്യുന്നില്ല സാറുമാർ. ഞങ്ങൾക്ക് നീതി വേണം പറഞ്ഞിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് സാറിനോട്. ഞങ്ങൾക്ക് ആരുമില്ല, അവർക്ക് സാമ്പത്തികമായിട്ടും പിന്നെ 2 ഓഫീസർമാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആരുമില്ല. അപ്പോൾ എല്ലാവരും അപേക്ഷയോടെ എല്ലാവരും ഞങ്ങൾക്ക് നീതി വേണം. നല്ല വാളും കൊണ്ട് വെട്ടിയാണ് സാറേ. തടുക്കാൻ പോയതിന് എല്ലാവർക്കും 3 പേർക്ക് വൈഫിനെ പോലീസുകാരാണ് അടിച്ചത്, മർദ്ദിച്ചത്, ബാക്കിൽ ചവിട്ടിയതെല്ലാം ഗർഭിണി പോലും നോക്കാനാണ് ചെയ്തത് സാർ. വിവരങ്ങളുമായി അരുൺ ആലത്തൂരാണ് ചെയ്യുന്നത്. അരുൺ, ആ യുവതി ഗർഭിണിയാണ്, ഒപ്പം തന്നെ ഭർത്താവിനും സഹോദരനും ഒക്കെ വെട്ടേറ്റിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായ ഒരു ആരോപണവുമായി പരാതിയുമായി എത്തുമ്പോൾ ആ പരാതിയിൽ കേസെടുക്കുന്നില്ല എന്നാണ് ആക്ഷേപം. ഇവർ എവിടെയൊക്കെയാണ് പരാതിപ്പെട്ടിരിക്കുന്നത്? ഈ പരാതിക്ക് കാരണക്കാരനായ ആ 2 ഉദ്യോഗസ്ഥന്മാർ, അവർ ഏത് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ്? കൂടുതൽ വിവരങ്ങൾ. ഈ കുടുംബം പരാതി പറഞ്ഞിരിക്കുന്നത് വടക്കഞ്ചേരി പോലീസിനോടാണ്. വടക്കഞ്ചേരി പോലീസാണ് ഇതുവരെ ഈ സംഭവത്തിൽ കേസെടുക്കാതെ ഒളിച്ചുകളി നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പരാതിയായിട്ട് ഉയരുന്നത്. കഴിഞ്ഞ അവിട്ടനാളിൽ രാത്രി ഒരു 9:30 ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായതായിട്ട് കുടുംബം പറയുന്നത്. കിഴക്കഞ്ചേരി തൊണ്ടങ്കോടം എന്ന പ്രദേശത്തെ ഡാസിലേഴ്സ് ബോയ്സ് എന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു. ആ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതായിരുന്നു ശരത്തിൻ്റെ ഭാര്യയായ സിന്ധുവിൻ്റെ സഹോദരനായ അജിത്തും. ഇവർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ ഇവരുടെ തന്നെ ഈ ക്ലബിൽ തന്നെ ഉള്ള 2 പോലീസ് ഉദ്യോഗസ്ഥർ, അവർ ലീവിനായിട്ട് ഓണാഘോഷ പരിപാടിക്കും മറ്റും പങ്കെടുക്കാനായിട്ട് എത്തിയതായിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥരായ വ്യക്തികൾ ഉൾപ്പെടെ സുജിത് സുകുമാരൻ എന്നാണ് ഇവരുടെ പേര് പറയുന്നത്. ഇവർ തൃശ്ശൂരിലെ AR ക്യാമ്പിലും മറ്റും ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അങ്ങനെ അവർ ലീവിന് വന്ന് ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ ഇവരെ ഒരു മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ ആക്രമിച്ചു എന്നുള്ളതാണ് ഈ ശരത്തും അജിത്തും പറയുന്നത്. ശരത്തിനും അജിത്തിനും തലയ്ക്കും കൈക്കും ശരീരത്തിനും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്ക് വെട്ടേൽക്കുകയും കൈക്ക് വെട്ടേൽക്കുകയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഈ അജിത്ത് എന്ന വ്യക്തി ഒരു സ്ട്രോക്ക് പേഷ്യൻ്റാണ് എന്നുള്ളതാണ്. സ്ട്രോക്ക് വന്ന് അതിൻ്റെ ചികിത്സ ഇപ്പോഴും തുടരുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിൽ ഇവർക്ക് പരിക്കേറ്റതോടുകൂടെ തന്നെ ഇത് കണ്ടുകൊണ്ടിരുന്ന ശരത്തിൻ്റെ ഭാര്യയായ സിന്ധു അവരെ തടയുന്നതിന് വേണ്ടി അവിടെ എത്തുകയുണ്ടായി. അങ്ങനെ സിന്ധു തടയാൻ വേണ്ടി പോയ സമയത്ത് സിന്ധുവിന് നേരെയും ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അവർ 5 മാസം ഗർഭിണിയാണ്. അതുപോലും നോക്കാതെ പോലീസ് ഉദ്യോഗസ്ഥനായ വ്യക്തി ചവിട്ടുകയും അവരെ തള്ളിയിടുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ടും പരാതിയായി പറയുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഇവർ ആലത്തൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ, ആ ചികിത്സ തേടിയതും പിന്നീട് അവിടുന്ന് ഡിസ്ചാർജ് ആയതും ഉൾപ്പെടെയുള്ള രേഖകൾ അവരുടെ കൈവശം കാണാൻ സാധിക്കുന്നുണ്ട്. ഗർഭിണിയായ യുവതിയുടെ സ്കാനിംഗ് റിപ്പോർട്ടുകളും മറ്റും കാണാനും സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ നമുക്കറിയാം, ഒരു അടിപിടി കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു മർദ്ദനമേറ്റ ആളുകൾ, പരിക്കേറ്റ ആളുകൾ ആശുപത്രികളിൽ ചികിത്സ തേടിക്കഴിഞ്ഞാൽ, ആശുപത്രിയിൽ നിന്ന് ഇൻറ്റിമേഷൻ പോയി കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസ് അവിടെ വന്ന് ആശുപത്രിയിൽ വന്ന് പരിക്കേറ്റ ആളുകളുടെ മൊഴിയെടുത്ത് അതിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കാണുകയാണെങ്കിൽ FIR ഇട്ട് മറ്റ് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ഒരു പ്രാഥമിക നടപടിയാണ്. പക്ഷേ ഇവിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, വടക്കഞ്ചേരി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ആശുപത്രിയിലേക്ക് ഇവരുടെ മൊഴിയെടുക്കാനേ പോലീസ് വന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല പിന്നീട് ഡിസ്ചാർജ് ആയതിനു ശേഷം ഈ കുടുംബം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുകയാണ്. പക്ഷേ അവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പ്രതിസ്ഥാനത്തുള്ള ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് കുടുംബം പ്രധാനമായിട്ടും പരാതിയായിട്ട് പറയുന്നത്.